Hi viewers, welcome to our channel Techie Ninjas. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു കൺട്രോൾ യുവർ കമ്പ്യൂട്ടർ യൂസിങ് മൊബൈൽ ഡിവൈസസ്. അതായത് എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിവിടെ AnyDesk എന്ന ആപ്ലിക്കേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിനെ നമ്മൾ AnyDesk ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഫോണിൽ അതുപോലെ ഓപ്പൺ ചെയ്യുക. സിസ്റ്റത്തിൽ നമ്മൾ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ID നമ്മൾ ഫോണിൽ റൈറ്റ് സൈഡിൽ ഫോൺ കാണുന്നുണ്ട്, അവിടെ നമ്മൾ ID അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ അമർത്തുമ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിനകത്ത് നമ്മൾ അക്സെപ്റ്റ് എന്ന് ചെയ്യുക. ഇത് നമ്മൾ മാനുവലി ചെയ്യേണ്ട ഇതാണ്. AnyDeskനകത്ത് മാനുവലി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ ത്രൂ നമുക്ക് ആക്സസ് സിസ്റ്റത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഫോണിൽ ആക്സസ് ത്രൂ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം. അതിനെ നമുക്കിപ്പോൾ ഫോണിലാണ് ഇപ്പോൾ എല്ലാ ആക്സസും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ വിൻഡോ മിനിമൈസ് ചെയ്യുമ്പോൾ ഫോൺ ത്രൂ തന്നെയാണ്. കേസറാണ് ഒന്ന് കാണുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ. അതോടൊപ്പം ഇപ്പോൾ നമുക്കൊരു ഫോൾഡർ സെലക്ട് ചെയ്യണം. നമ്മൾ കേസറിൽ ഫുൾ കൺട്രോൾ ചെയ്യുന്നത് ഫോൺ ത്രൂ ആണ്. അപ്പോൾ അത് നമുക്ക് ഫോണിൽ കാണാം. ഫോണിൽ കേസറാണ് ഒന്ന് കാണാം. ഇപ്പോൾ നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, ഫോൾഡർ മാക്സിമൈസ് ചെയ്യുന്നു. ഏത് ഫോൾഡറിലേക്കാണ് നമുക്ക് ആവശ്യമുള്ളത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, അത് മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം ഫോൺ ത്രൂ തന്നെ. ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഫോൺ ത്രൂ തന്നെ എല്ലാ ആക്സസും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കേസ് എന്ന് വെച്ചാൽ മുഖ്യമായി നമുക്കൊരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. അതുപോലെ നമുക്ക് ഈ AnyDesk ആപ്ലിക്കേഷൻ്റെ അഡ്വാൻസ് മെത്തേഡ് നമുക്ക് പരിചയപ്പെടാം. അതിനകത്തേക്കായി നമ്മൾ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യണം. അതിനായി എനേബിൾ അൺഅറ്റൻഡ് ആക്സസ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻസ് കാണാം. അതിനകത്ത് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായി സെക്യൂരിറ്റി സെലക്ട് ചെയ്യുന്നു. സെക്യൂരിറ്റിക്ക് ശേഷം അൺലോക്ക് സെക്യൂരിറ്റി സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ എസ് പറഞ്ഞ ഒഴിക്കും. എസ് കൊടുക്കുക. എസ് കൊടുത്തതിന് ശേഷം നമുക്ക് എനേബിൾ അൺഅറ്റൻഡ് ആക്സസ് ടിക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു പാസ്വേഡ് കൊടുക്കാൻ ചോദിക്കും. പാസ്വേഡിൽ നമുക്ക് സ്ട്രെങ്ത്ത് നന്നായിട്ട് വേണം, അല്ലെങ്കിൽ അടിയിൽ വീക്കാന്ന് എഴുതി കാണിക്കും. അത്യാവശ്യം 8 ക്യാരക്ടേഴ്സ് ഉള്ള ലെങ്ത്ത് ഉള്ള ഒരു പാസ്വേഡ് ആണെങ്കിൽ നമുക്ക് ബെറ്ററായിട്ട് സെക്യൂർ ആയിരിക്കും കുറച്ചും കൂടെ. അതിനുശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അൺഎക്സ്റ്റൻഡ് ആക്സസ് എന്നുള്ള പാസ്വേഡ് കൊടുത്തിരിക്കും അതിനകത്ത്. അതോടൊപ്പം നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പരിചയപ്പെടാം അതിനകത്ത്. അതിൻ്റെ മുകളിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാണാം, പ്രൈവസി എന്ന ഫീച്ചർ കാണാം, ഡിസ്പ്ലേ കാണാം. ഡിസ്പ്ലേക്കകത്ത് നമ്മൾ ക്വാളിറ്റി വേണമെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് വീഡിയോ ഓഡിയോ ക്വാളിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓഡിയോ കാണാം, കണക്ഷൻ, ഫയൽ ട്രാൻസ്ഫർ, റെക്കോർഡിംഗ്, പ്രിൻ്റർ, വേക്കപ്പ് ഓൺ ലാൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ടുള്ള ഫീച്ചേഴ്സൊക്കെ പക്ക വർക്കിംഗ് ആയിരിക്കും. അതോടൊപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് പെർമിഷൻ ഓഫ് റിമോട്ട് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ റിമോട്ട് യൂസേഴ്സിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ ഫീച്ചേഴ്സ് ഓണായി കിടക്കുന്ന നമുക്കിവിടെ ഈ ഡിസ്പ്ലേ കാണാൻ പറ്റും. അതിനുശേഷം നമുക്കിപ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ AnyDesk ആപ്ലിക്കേഷൻ ഫോണിൽ ആദ്യം സെലക്ട് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് നമ്മൾ ID ഓട്ടോമാറ്റിക് എടുക്കുന്നുണ്ട്. അത് നമുക്ക് എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിനകത്ത് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ അടിച്ച് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ക്രീനിൽ ആരും എനേബിൾ ചെയ്യാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോഗിൻ ആയി കഴിഞ്ഞു. ഇത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും സിസ്റ്റത്തിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഏത് രാജ്യത്തായാലും ഏത് ലോകത്തായാലും നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ചെയ്യാം. അതിനകത്ത് ഷട്ട് ഡൗൺ ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം, എല്ലാ ഫീച്ചേഴ്സും എനേബിൾ ആയിരിക്കും. നമുക്ക് ആരുടെ സഹായം ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന സിസ്റ്റം നമുക്ക് സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ നമുക്ക് എന്ത് ആപ്ലിക്കേഷൻസും ഡ്രൈവോ അല്ലെങ്കിൽ ഫോൾഡേഴ്സോ ഫയൽസോ ഒക്കെ ആക്റ്റീവ് ആകാം. അതോടൊപ്പം നമുക്ക് ഫോണിലും ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫോണിലൊരു ഫീച്ചേഴ്സ് കാണാം. അതിനകത്ത് വീഡിയോ ക്വാളിറ്റി എനേബിൾ ചെയ്യാം, ബാലൻസ് ചെയ്യാം. അതോടൊപ്പം ഡിസ്പ്ലേ, ഓഡിയോ, മൗസ് ഇൻപുട്ടൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ഇതിലേക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഡിഫോൾട്ടായിട്ട് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സൂട്ടബിൾ അനുസരിച്ച് ഇതിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്. നമ്മളിവിടെ എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി. ഇതിനായി നമ്മൾ ഉപയോഗിച്ചത് റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനായ AnyDesk ആണ്. റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടെങ്കിലും AnyDesk സെലക്ട് ചെയ്യാൻ 2 പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ലൈറ്റ് വെയിറ്റ് ആണ്. രണ്ടാമത്തത്, അത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇതിലെ അൺഅറ്റൻഡ് ആക്സസ് എന്ന് പറഞ്ഞുള്ള ഫീച്ചർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ മൊബൈലും കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് മൊബൈലിലൂടെ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലൈക്ക് തരാനും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഒട്ടനവധി വീഡിയോകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നതിനായി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടെക്കി നിഞ്ചാസ് സൈനിങ് ഓഫ്.